സുജി യു ബാക്ക്, സുജി യു റോക്ക്, കം ബാക്ക് സുജി, പ്ലീസ് സിംഗ് മോർ സോങ്സ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന വിജയ് ആന്റണി കോൺസേർട്ടിൽ നിന്ന് വന്ന വീഡിയോസിന് താഴെയുള്ള കമൻസ് ആണിത്. ഒരു കാലത്ത് തമിഴ് മലയാളം സിനിമകളിൽ ഐക്കോൺ ഹിറ്റുകൾ സമ്മാനിച്ച, എന്നാൽ പിന്നീട് വലിയ വിവാദങ്ങളുടെ പേരിൽ മാത്രം നമ്മൾ ചർച്ച ചെയ്ത സിംഗർ സുചിത്രയുടെ കംബാക്ക് ആയിരുന്നു ആ കോൺസേർട്ട്. വിജയ് ആന്റണിയുടെ ലൈവ് മ്യൂസിക് കോൺസേർട്ടിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന് വേദി ഒന്നടങ്കം കയ്യിലെടുക്കുകയായിരുന്നു സുചിത്ര. വേദി മാത്രമല്ല, സോഷ്യൽ മീഡിയയും. വേട്ടക്കാരൻ എന്ന ചിത്രത്തിലെ ഒരു ചിന്നത്താമരയും, പോക്കരിയിലെ ഡോല ഡോലയും, പാലക്കാട്ട് പക്കത്തിലെ എന്നിതയം, എൻ ചെല്ലപ്പേരാപ്പിൾ തുടങ്ങി നമ്മളെല്ലാം പാടി നടന്ന, അതിലുപരി ഡാൻസിന് സ്റ്റെപ്പ് വെച്ച 100ഓളം ഗാനങ്ങൾ. എന്നാൽ 2017 സുജി ലീക്സ് എന്ന ഒരൊറ്റ വിവാദത്തോടെ ഈ പാട്ടുകളെല്ലാം മറന്ന് സുചിത്ര എന്ന പേര് കേൾക്കുമ്പോൾ ട്രോളുകളും ഗോസിപ്പുകളും പരിഹാസവും മാത്രമായി ചർച്ചകൾ. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം പിടിച്ചൊലിച്ച വൻ വിവാദമായിരുന്നു സുജി ലീക്സ്. സുചിത്രയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ധനുഷ്, അനിരുദ്ധ്, തൃഷ, ഹൻസിക, ആൻഡ്രിയ തുടങ്ങിയ മുൻനിര താരങ്ങളുടെ ചില സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും അപ്രതീക്ഷിതമായി പുറത്തു വന്നതായിരുന്നു ഇതിന് കാരണം. സിനിമയിലെ ചില പ്രമുഖർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഈ അക്കൗണ്ടിലൂടെ പങ്കുവെക്കപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്നും തന്നെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവം ചെയ്തതാണെന്നും വ്യക്തമാക്കി സുചിത്ര രംഗത്തെത്തിയിരുന്നു. സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരൊറ്റ സംഭവത്തോടെ സുചിത്രയുടെ അതുവരെ തിളങ്ങി നിന്ന സംഗീത കരിയർ പൂർണ്ണമായി തകരുകയും സിനിമാ ലോകത്തു നിന്നും വ്യക്തിജീവിതത്തിൽ നിന്നും അവർക്ക് വലിയ രീതിയിലുള്ള ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വരികയും ചെയ്തു. എന്നാൽ 2017 ആദ്യ വിവാദത്തിനു ശേഷം തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് സുചിത്ര ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും അതിനുശേഷമുള്ള വർഷങ്ങളിൽ അവർ നിരന്തരം വാർത്തകൾ നിറഞ്ഞത് സിനിമാ ലോകത്തെ പ്രമുഖർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും നടത്തിയ ആരോപണങ്ങളിലൂടെയായിരുന്നു. കോളിവുഡും മോളിവുഡും കടന്ന് ബോളിവുഡ് വരെയുള്ള ഒട്ടുമിക്ക മുൻനിര താരങ്ങളുടെയും വ്യക്തി ജീവിതത്തെയും സിനിമയ്ക്കുള്ളിലെ രഹസ്യങ്ങളെയും കുറിച്ച് സുചിത്ര ഒന്നിനു പുറകെ ഒന്നായി വീഡിയോകളിലൂടെയും കമന്റുകളിലെയും തുറന്നടിച്ചു. ഏറ്റവും ഒടുവിലായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും നടി തൃഷയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് അവർ നടത്തിയ ഗുരുതരമായ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നടി റീമ കല്ലിങ്ങലിനെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. റിമയുടെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചില പ്രത്യേക നടന്മാരുടെ കരിയർ തകർക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് തയ്യാറാക്കിയതുമാണെന്നൊക്കെയുള്ള വിചിത്രമായ വാദങ്ങളാണ് സുചിത്ര ഉന്നയിച്ചത്. ഇതിനെതിരെ റീമ കല്ലിങ്ങൽ പോലീസിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിരുന്നു. പാട്ടുകാരെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് അവരുടെ ഹിറ്റ് പാട്ടുകളിലൂടെയാണ്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നുമില്ല. സുചിത്രയുടെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഒരു ഘട്ടത്തിനു ശേഷം അവരുടെ പാട്ടുകളേക്കാൾ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് അവരെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളിലൂടെയായിരുന്നു. സിനിമകളിൽ നിന്ന് അവസരങ്ങൾ കുറഞ്ഞു, വാർത്തകൾ മുഴുവൻ ഗോസിപ്പുകൾ മാത്രമായി. അങ്ങനെ പുതിയ തലമുറയ്ക്ക് സുചിത്ര എന്നാൽ സുജി ടോക്സ് മാത്രമായി. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയ് ആന്റണി തന്റെ ലൈവ് കോൺസേർട്ടിലേക്ക് സുചിത്രയെ ക്ഷണിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ വന്നവർ തന്റെ പഴയ ഹിറ്റ് പാട്ടുകൾ പാടിയപ്പോഴാണ് പലർക്കും ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മളൊരു കാലത്ത് ലൂപ്പിൽ കേട്ട, നമ്മളെ ഡാൻസ് കളിപ്പിച്ച പല മാസ് പാട്ടുകൾക്ക് പിന്നിലും ഈ ശബ്ദമായിരുന്നു എന്ന്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിജയ് ആന്റണിക്ക് വലിയ രീതിയിൽ കയ്യടി കിട്ടുന്നുണ്ട്. അത് സുചിത്രയ്ക്ക് പാടാനൊരു വേദി കൊടുത്തുന്നതിൽ മാത്രമല്ല, തൻ്റെ ഉള്ളിലെ ആ ഗായികയെ സുചിത്രയ്ക്ക് വീണ്ടും ബോധ്യപ്പെടുത്താൻ സഹായിച്ചതിൽ കൂടിയാണ്. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് തിരികെ കൊടുത്തതിനാലാണ്. അതേസമയം മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരാൾക്ക് ഇത്തരം ഒരു വേദി നൽകിയതിനെതിരെയും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?